ഇരിക്കുന്നത് എന്നുള്ളതൊരു അൺഫോർച്ചുനേറ്റ് അവസ്ഥയാണ്. ഞാനിപ്പോൾ നേരത്തെ ഇവിടെ ഇരുന്നപ്പോൾ വീട്ടിൽ ചെറുതിനെ സാധാരണ ഉറക്കിക്കെടുത്തിയിട്ടാണ് വരാറ്. ഇന്ന് ഞാൻ ഇറങ്ങുമ്പോൾ അവൾ ഉറങ്ങിയില്ല. അതിൻ്റെ ഒരു ടെൻഷനിലാണ് ഞാൻ. എത്ര മണിക്കാണ് എത്ര നേരം നമ്മുടെ ഡിസ്കഷൻ എന്ന് ചോദിച്ച ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ യു ഹാവ് ബീൻ ഇൻ ദിസ് ഇൻഡസ്ട്രി ഫോർ ക്വൈറ്റ് എ വൈൽ. താങ്ക് യു. വർക്ക് ലൈഫ് ബാലൻസ് ക്വസ്റ്റ്യൻ പൊതുവേ സ്ത്രീകളോട് മാത്രം ചോദിക്കുന്ന ഒരു കാര്യമാണ്. അത് ശരിക്കും ഭയങ്കര ക്ലീഷേഡുമാണ്, പക്ഷെ അത് ചോദിക്കാതിരിക്കാൻ പറ്റൂല. ഇപ്പം ഈ പറഞ്ഞ കാര്യം തൊട്ടിട്ട് അങ്ങോട്ട് യു വുഡ് ബി ലൈക്ക് ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിലും മനസ്സ് പകുതിയും അവിടെയായിരിക്കും, പകുതിയെല്ലാം മുക്കാലും. സോ എങ്ങനെ മാനേജ് ചെയ്യുന്നു? എല്ലാ ഇൻഡസ്ട്രിക്കകത്തും ഉള്ളതിനേക്കാളും ഒരു പടി കൂടുതൽ ഫൈറ്റ് ചെയ്താൽ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ യു ഹാൻഡിൽ യുവർ ഫാമിലി, യു ഹാൻഡിൽ ലോട്ട് ഓഫ് സ്റ്റീരിയോടൈപ്സ്, ലോട്ട് ഓഫ് ഗോസിപ്പ് സ്റ്റോറീസ് ടു ലോട്ട് ഓഫ് തിങ്സ്. സോ താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ ആൻഡ് ഹായ് എവ്രി വൺ. ഈ പറഞ്ഞ പോലെ 90% മൈൻഡ് വീട്ടിൽ തന്നെയാണ്. ഓഫ് കോഴ്സ് ബിക്കോസ് ഞാൻ എൻ്റെ 2 മക്കളാണ്, പെൺകുട്ടികളാണ്. എൽഡർ വൺ ഇസ് ആവ്നി, എല്ലാവർക്കും അറിയാം. ഷീ ഈസ് ഓൾസോ ഇൻ 2 മൂവീസ്. ആൻഡ് ചെറിയ ആൾ ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ എല്ലായിടത്തും കുട്ടികളെ കൊണ്ടുപോകും. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ എല്ലായിടത്തും കുട്ടികളെ കൊണ്ടുപോകും. ഉച്ച സമയത്ത് മാത്രം ഞാൻ ചെറിയ വാവെ വീട്ടിൽ ഉറക്കി കിടത്തിയിട്ടാണ് പ്രോഗ്രാംസൊക്കെ കൂടുതലും എടുക്കുക. അപ്പം ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ആൾ ആ ഒരു ടൈമിൽ ഉറങ്ങിയില്ല. ഞാൻ രാവിലെ ഒരു പ്രോഗ്രാമിന് തുറവൂർ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കോൺഫിഡൻ്റ്ലി ഞാൻ ഉച്ച സമയത്ത് അവൾ 2 മണിക്കൂർ ഉറങ്ങും. ഇല്ലെങ്കിൽ ഉണർന്നിരുന്നാൽ ചിലപ്പോൾ എന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു സ്ട്രെസ് അവൾക്ക് കൊടുക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ എല്ലായിടത്തും അവളെ കൊണ്ടുപോകും. ആവണീനെയും ഞാൻ എപ്പോഴും കൊണ്ടുപോയിരുന്നു. ഷീസ് ലൈക്ക് 7th സ്റ്റാൻഡേർഡ് ആയി, യൂസ് ടു ഇറ്റ്, വെരി മെച്ചുവേർഡ്. സോ വർക്ക് ബാലൻസ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ മൂവീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഇതുപോലുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നതും ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ടാണ്. സോ എനിക്കിതിനും ഒരു സമയം കണ്ടെത്തണം, ഇൻ്റർവ്യൂസിനും അല്ലെങ്കിൽ ഇനോഗ്രേഷൻസ് അല്ലെങ്കിൽ ഗസ്റ്റ് പ്രോഗ്രാംസ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ് ഐ ആം ഓൾസോ ഇൻ ടു ബിസിനസ്. കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഒരു 3-4 വർഷമായിട്ട് ഞാൻ എൻഗേജ്ഡ് ആണ്. സോ എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നതെന്ന് അറിയില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് 2 കാര്യമാണ്. നമ്മൾ കുട്ടികളെ സേഫായിട്ട് ഇടയ്ക്കെങ്കിലും ഒന്ന് നിർത്തിയിട്ട് പോകാൻ നമ്മളുടെ പാരൻസ് നമ്മുടെ കൂടെ ഉണ്ടാവുക. ദൈവാനുഗ്രഹത്താൽ അമ്മ ഉള്ളതുകൊണ്ട് ആൻഡ് സേഫ് ലൈക്ക് ഫോർ ദാറ്റ്. ആൻഡ് വിശക്കുമ്പോൾ ഓടിച്ചെന്ന് പാത്രം തുറന്നു നോക്കുമ്പോൾ അതിൽ ഫുഡ് ഉണ്ടാവണമല്ലോ, അതിനും അമ്മയുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് അതും 2 കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അധികം അതിനെപ്പറ്റി ആലോചിക്കാത്തത്. ബട്ട് അതർ ദാൻ ദാറ്റ് മക്കളും എൻ്റെ കൂടെ ഉണ്ടാവുന്നത് കൊണ്ട് എനിക്ക് അത്ര സ്ട്രെസ് ഫീൽ ചെയ്യാമല്ലോ. ഞാൻ സംഭവം ഐ വിൽ മാനേജ്. 2 പേരെ എൻഗേജ്ഡ് ആക്കിയിട്ട് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വീട്ടിൽ വിളിച്ചു വരുത്തി അവിടെ കൂടുതൽ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ ഞാൻ നോക്കാറുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. ആൻഡ് ഓൾസോ ഹസ്ബൻഡ് ഓൾസോ സപ്പോർട്ട്സ് മീ. ഗിഫ്റ്റിംഗ് മേഖലയിലാണെങ്കിലും ഈസ് എൻ ആർട്ട് ഫിലിം മേക്കർ. ഗിഫ്റ്റിംഗ് മേഖലയിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അഭിനയിക്കാൻ പോകണമെങ്കിലോ എവിടെയെങ്കിലും ഇന്നിപ്പോൾ വരാനിരിക്കുകയായിരുന്നു, ബട്ട് കുഞ്ഞ് വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ കൂടെ കൂട്ടാഞ്ഞതാണ്. അപ്പോൾ എവ്രിവെയർ ഹി വിൽ ഓൾസോ ബി ദർ. സോ അതുകൊണ്ട് സപ്പോർട്ടായിട്ടുള്ള ഫാമിലിയും പാരൻസും ഉള്ളതുകൊണ്ട് ഐ ക്യാൻ മാനേജ്. ആൻഡ് അവനീസ് ഓൾസോ സോ മെച്ചുവേർഡ്. അവൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിക്കാറുണ്ട്. സോ ദാറ്റ്സ് ഹൗ ഐ ഡു മാനേജ് എവറിത്തിങ്. നമ്മൾ സപ്പോർട്ട് സിസ്റ്റത്തിനെ പറ്റി പറയുമ്പോൾ മൾട്ടി ടാസ്കിങ്ങിൽ നമ്മൾ സ്ത്രീകൾ ഭയങ്കര അമേസിങ് ആണ്. വി ഡു മൾട്ടിപ്പിൾ തിങ്സ് അറ്റ് ദ സെയിം ടൈം. അത് സംടൈംസ് നമ്മൾ നമ്മുടെ പാർട്ട്ണറിന് എന്താ പറയുക ഒരു ഇൻകോമ്പിറ്റൻസി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. വെപ്പണൈസ്ഡ് ഇൻകോമ്പിറ്റൻസി വളരെ സ്വാഭാവികമായിട്ട് എൻ്റെ വാച്ച് എവിടെ, എൻ്റെ പേഴ്സ് എവിടെ, അത് കണ്ടില്ല, ഇത് കണ്ടില്ല, ബില്ലടക്കി, ഇതെല്ലാം നമ്മളിലേക്ക് അങ്ങ് വരുന്ന ഒരു അവസ്ഥ മോസ്റ്റ് ഓഫ് ദ ടൈം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശരിക്കും എത്ര സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിലും നമ്മൾ എത്രമാത്രം സ്ട്രോങ്ങും എത്രമാത്രം സർവൈവൽ സ്കില്ലുള്ള ആളാണെന്നുള്ളതും കൂടി ഒരു മാറ്ററാണ്. ജോളി ചേച്ചി, എൻ്റെ ഒരു ഏർലി ഡേയ്സ് ഓഫ് ജേർണലിസം കരിയർ തൊട്ടിട്ട് ഞാനൊരു സ്റ്റോറി എഴുതിയ അല്ലെങ്കിൽ ഒരു